ദിനവൃത്താന്തം 1-ാം പുസ്തകം അധ്യായം 17. ദാവീദ് തൻ്റെ അരമനയിൽ കഴിയുമ്പോൾ ഒരു ദിവസം നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, ദൈവത്തിൻ്റെ നിയമപെട്ടകമോ തിരശ്ശീലകൾക്ക് കീഴേ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. നാഥാൻ ദാവീദിനോട്, നിന്റെ താല്പര്യം പോലെ എല്ലാം ചെയ്താലും ദൈവം നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അന്ന് രാത്രി നാഥാന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി, നീ ചെന്ന് എൻ്റെ ദാസനായ ദാവീദിനോട് പറയുക, ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, എനിക്ക് വസിക്കുവാനുള്ള ആലയം പണിയേണ്ടത് നീയല്ല, ഞാൻ ഇസ്രായേലിനെ കൊണ്ടുവന്ന നാൾ മുതൽ ഇന്നുവരെയും ഞാൻ ഒരു ആലയത്തിൽ വാസം ചെയ്യാതെ കൂടാരത്തിൽ നിന്ന് കൂടാരത്തിലേക്കും നിവാസത്തിൽ നിന്ന് നിവാസത്തിലേക്കും സഞ്ചരിച്ചു. എല്ലാ ഇസ്രായേലിനോടും കൂടെ സഞ്ചരിച്ചു വന്ന സ്ഥലങ്ങളിൽ എവിടെ വെച്ചെങ്കിലും എൻ്റെ ജനത്തെ മേയിപ്പാൻ ഞാൻ നിയമിച്ച ഇസ്രായേൽ ന്യായാധിപന്മാരിൽ ആരോടെങ്കിലും, നിങ്ങൾ എനിക്ക് ദേവദാരു കൊണ്ട് ഒരു ആലയം പണിയാതെ ഇരിക്കുന്നത് എന്ത് എന്ന് ഒരു വാക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? ആകയാൽ നീ എൻ്റെ ഭൃത്യനായ ദാവീദിനോട് പറയേണ്ടത്, ബലവാനായ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു, നീ എൻ്റെ ജനമായ ഇസ്രായേലിന് രാജാവായിരിക്കുവാൻ ഞാൻ നിന്നെ പുൽമേട്ടിൽ ആടുകളെ മേയിക്കുമ്പോൾ എടുത്തു. നീ സഞ്ചരിച്ചു വന്ന എല്ലാ സ്ഥലത്തും ഞാൻ നിന്നോടുകൂടെ ഇരുന്നു നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ നാമം പോലെ ഒരു നാമം ഞാൻ നിനക്കുണ്ടാക്കും. ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിന് ഓരോ സ്ഥലം കൽപ്പിച്ചു കൊടുക്കുകയും അവർ സ്വന്തം സ്ഥലത്ത് പാർത്ത് അവിടെ നിന്ന് ഇളകാതെ അവരെ നടുകയും ചെയ്യും. മുമ്പേ പോലെയും എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ നിയമിച്ചാക്കിയ കാലത്തെ പോലെയും ഇനി ദുഷ്ടന്മാർ അവരെ ക്ഷയിപ്പിക്കുകയില്ല. ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടയ്ക്കും. കർത്താവ് നിനക്ക് ഒരു ഗൃഹം പണിയുമെന്നും ഞാൻ നിന്നോട് അറിയിക്കുന്നു. നീ നിന്റെ പിതാക്കന്മാരോട് ചേരേണ്ടതിന് നിന്റെ ജീവകാലം തികയുമ്പോൾ ഞാൻ നിന്റെ ശേഷം നിന്റെ പുത്രന്മാരിൽ ഒരുവനായ നിന്റെ സന്തതിയെ എഴുന്നേൽപ്പിക്കും. അവൻ്റെ രാജ്യത്വം സ്ഥിരമാക്കും. അവൻ എനിക്ക് ഒരു ആലയം പണിയും. ഞാൻ അവൻ്റെ സിംഹാസനം എന്നേക്കും സുസ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. നിന്റെ മുൻഗാമിയായ ശൗലിൽ നിന്നും ഞാൻ എൻ്റെ കൃപ എടുത്തു കളഞ്ഞതുപോലെ അവനിൽ നിന്നും അത് എടുത്തു കളയുകയില്ല. ഞാൻ അവനെ എൻ്റെ ആലയത്തിലും എൻ്റെ രാജ്യത്വത്തിലും എന്നേക്കും നിലനിർത്തും. അവൻ്റെ സിംഹാസനവും എന്നേക്കും സുസ്ഥിരമായിരിക്കും. ഈ വാക്കുകളും ഈ ദർശനവും നാഥാൻ ദാവീദിനെ അറിയിച്ചു. അപ്പോൾ ദാവീദ് രാജാവ് അകത്തു കയറി കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞത്, കർത്താവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ, എൻ്റെ കുടുംബവും എന്തുള്ളൂ? ദൈവമേ, ഇതും പോരാ എന്ന് തോന്നിയിട്ട് കർത്താവേ, വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയൻ്റെ ഗൃഹത്തെക്കുറിച്ചും നീ അരുളി ചെയ്യുകയും ശ്രേഷ്ഠ പദവിയിലുള്ള മനുഷ്യൻ്റെ സ്ഥിതിക്കൊത്തതുപോലെ എന്നെ ബഹുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. അടിയന് തന്ന ബഹുമാനത്തെക്കുറിച്ച് ദാവീദ് ഇനി എന്തു പറയേണ്ടു? നീ അടിയനെ അറിയുന്നു. കർത്താവേ,
അടിയൻ നിമിത്തവും നിന്റെ പ്രസാദപ്രകാരവും നീ ഈ വൻ കാര്യമെല്ലാം പ്രവർത്തിച്ചു. ഈ വൻ കാര്യമെല്ലാം അറിയിച്ചു തന്നിരിക്കുന്നു. ഞങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടതെല്ലാം ഓർത്താൽ കർത്താവേ, നിന്നെ പോലെ ഒരുവനുമില്ല, നീയല്ലാതെ ഒരു ദൈവവുമില്ല. മിസ്രയീമിൽ നിന്ന് നീ ഉദ്ധരിച്ച നിന്റെ ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് ജാതികളെ നീക്കിക്കളഞ്ഞു. വലുതും ഭയങ്കരവുമായ കാര്യങ്ങളാൽ നിനക്ക് ഒരു നാമം സ്ഥാപിക്കുവാൻ ദൈവമേ, നീ നിനക്ക് സ്വന്തം ജനമായി വീണ്ടെടുത്ത നിന്റെ ജനമായ ഇസ്രായേലിനെ പോലെ ഭൂമിയിൽ ഏതൊരു ജാതിയുള്ളൂ? നിന്റെ ജനമായ ഇസ്രായേലിനെ നീ എന്നേക്ക് നിനക്ക് സ്വന്തം ജനമാക്കുകയും നീ അവർക്ക് ദൈവമായി തീരുകയും ചെയ്തു. ആകയാൽ കർത്താവേ, ഇപ്പോൾ നീ അടിയനെയും അടിയന്റെ ഗ്രഹത്തെയും കുറിച്ച് അരുളി ചെയ്ത വചനം എന്നേക്ക് സ്ഥിരമായിരിക്കട്ടെ. അരുളി ചെയ്തതുപോലെ തന്നെ ചെയ്യണമേ. ബലവാനായ കർത്താവ് ഇസ്രായേലിന്റെ ദൈവമാകുന്നു. ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്നിങ്ങനെ നിന്റെ നാമം എന്നേക്കും സ്ഥിരമായി മഹത്വപ്പെടുകയും നിന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹം നിന്റെ മുമ്പാകെ നിലനിൽക്കുകയും ചെയ്യുമാറാകണമേ. എൻ്റെ ദൈവമേ, അടിയനോ നീ ഒരു കുടുംബം പണിയുമെന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ആകയാൽ അടിയൻ തിരുസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ധൈര്യപ്പെട്ടു. ദൈവമേ, നീ തന്നെ ദൈവം. അടിയന് ഈ നന്മയെ നീ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അടിയന്റെ കുടുംബം തിരുമുമ്പാകെ എന്നേക്കും ഇരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കുവാൻ നീ പ്രസാദിച്ചിരിക്കുന്നു. ദൈവമേ, നീ അനുഗ്രഹിച്ചിരിക്കുന്നു. അത് എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടും ഇരിക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ.